ഓടിച്ചെന്നോട് അതിന് അണിമ കൊടുക്കട്ടെ. അതിന്റെ ചുണ്ടിലൊന്ന് തൊട്ടിട്ട് കൈയെടുത്തേ. കുത്തുവോ? ഏയ് ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെയിനിങ് വോയ്സ്. അപ്പൊ നമ്മള് ഇവിടെ വിക്ടർ ഹാർബർ വരെ ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടെ ഒരു വൈൽഡ് ലൈഫ് സൂ ഉണ്ടെന്ന് കണ്ടു. അപ്പൊ നമ്മള് അതിലൊന്ന് കയറാൻ വേണ്ടി പോവാണ്. ഇത് വിക്ടർ ഹാർബറിന്റെ ഏകദേശം അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിൽ പോയിട്ട് എന്താ എമൗണ്ട് എന്നൊക്കെ നോക്കി പയ്യെ അകത്ത് കയറാം. ഉറിംബ്രാന്ന് പേരുള്ള സൂ ആണ്. നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു. $16 കേട്ടോ. ഒരു അഡൽറ്റിന് $16, 4 വയസ്സ് മുതൽ $11. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കുള്ള ടിക്കറ്റ് എടുത്തു. കൊച്ചിന് ഫ്രീ ആണ്. പിന്നെ മാപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പയ്യെ ഇനി കയറി ഫുള്ള് കാണാൻ പോവാണ്. കടിക്കുമോ കുഞ്ഞു പെണ്ണെ? കടിക്കുമോ അത്? ഓ, ജീവനില്ല. ഇപ്പം നമ്മൾ ഇവിടുന്ന് എൻട്രൻസിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ബേർഡ്സ് ഒക്കെയാണ്. നമ്മുടെ ബേർഡ്സിനെയൊക്കെ കണ്ട് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുവാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. ഇതേ ഇരിക്കുന്നു, സ്പാരോ ആണെന്ന് തോന്നുന്നു. സ്പാരോ ടിങ് ടിങ്. ഇതിന് എന്താ പറയാ? കുഞ്ഞുപെണ്ണതേ ഇതാരാന്ന് നോക്കി. കാസോവറി എന്ന് പറയുന്നൊരു ബേർഡാണ്. ഇതല്ലേ ശരിക്കൊരു ഡൈനോസറിന്റെ ലുക്ക്. അതിന്റെ കാലും തലയും കണ്ടില്ല. തത്തയും പ്രാവുകളും ഒക്കെ ഇവിടെ ഇങ്ങനെ ഒരു കൂടിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ കിട്ടാതെ നമ്മൾ തന്നെ നോക്കിയായിരുന്നു. എന്തായാലും ഇതിനെ തൊട്ടടുത്ത് ഇങ്ങനെ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. വലിയ പേടിയൊന്നുമില്ല. അങ്ങനെ ഇരുന്ന് എന്നെ തൊട്ടാനാണ് നോക്കുന്നത്. ഇതേ ഇരിക്കുന്നു പറഞ്ഞാൽ അതിനെ ഞാൻ തോണ്ടി നോക്കി പറയുന്നു. ഇതിന്റെ ഉള്ളിലൊരു തത്ത ഇരിക്കുന്നു. കുഞ്ഞുപെണ്ണ് കുഞ്ഞുപെണ്ണ് ഇങ്ങോട്ട് നോക്കി. വെള്ളിമൂങ്ങയാണോ കുഞ്ഞുപെണ്ണെ? നമ്മുടെ ആംഗ്രി ബേർഡ് സിനിമയില് കാണുന്ന നമ്മളങ്ങനെ ഒരു ഫാം ലാൻഡിലോട്ട് എത്തുവാണ്. നമ്മുടെ നാടൻ മൃഗങ്ങളൊക്കെ ഉള്ള ഒരു ഫാം ലാൻഡാണ്. അവൻ ഇന്ന് കുത്തു വാങ്ങോ? േടാ മയില് നല്ല സൂപ്പറായിട്ട് നടക്കുന്നടാ. അതിനോട് പീലി ഇരിക്കാൻ പറ. കൊത്താതെ നോക്കിക്കോണേ. പോയി പീലി തൊട്ടോ. ഓടിച്ചെന്നോട്. ആ അടിയിലേക്കുമല്ലേ. അയ്യേ, കിട്ടിയ സമയമായിരുന്നു, തൊടണ്ടായിരുന്നു. എടാ ഇതിൽ കൂടെ പീലി കിടക്കണ്ടാവൂടാ ഇതിന്റെ. ഇതാണ് നമ്മുടെ ഫാം യാർഡ്. ഇവിടെ ആട്, കോഴി. ഈ കൂട്ടി കിടക്കേണ്ട ആടാന്ന് തോന്നുന്നു ഇറങ്ങിപ്പോയി നടക്കുന്നത്. ഇതാരാ കുഞ്ഞിപ്പെണ്ണെ? കണ്ടോ കൊച്ചു കണ്ടോ? നമുക്കൊരെണ്ണം വാങ്ങിച്ചാലോ ഇതുപോലത്തെ? ഇത് കോഴിക്കൂടാണ് കേട്ടോ. ഇത് കോഴിക്കൂട്.
പിടിച്ചാൻ പോവാണോ? ഇത് നോക്കി കുഞ്ഞു പെണ്ണേ, ഇത് ഇവിടെ അടുത്ത് പോയി നോക്കി. ഈ സാധനവും ഈ ഇലയാണ് കേട്ടോ തിന്നുന്നേ. ദേടാ ഇത് നോക്കി. കൈയിട്ട് കൊടുത്തേ. കൊച്ചിനെ പിടിക്കാൻ വന്നു. ആരാ അത്? കങ്കാരുവിനെ ഇങ്ങനെ അടുത്ത് കാണാൻ കിട്ടിക്കഴിഞ്ഞാൽ എക്സൈറ്റ്മെന്റിൽ ഓടുന്ന കണ്ടായി കാണുന്നത്. നമുക്കിങ്ങനെ ദൂരെ കാണാനേ പറ്റിയിട്ടുള്ളൂ ഈ റിസർവിലൊക്കെ നിൽക്കുന്നത്. ഇവിടുത്തെ കങ്കാരൂസ് പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് എന്നുള്ളതാണ് ഒരു സമാധാനം. അതിന് അണിമ കൊടുക്കട്ടെ. കങ്കാരുവിന് തീറ്റ കൊടുക്കാൻ തീറ്റ $1 കൊടുത്ത് തീറ്റയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്താ നോക്കട്ടെ ഇതില്. കുഞ്ഞിപ്പെണ്ട അതിലിട്ട് അതിനും കൊണ്ട് കൊടുത്തു. അതിനും കൊണ്ട് കൊടുത്തു. കയ്യില് വെച്ചു കൊടുക്കണം, എങ്കിലേ കഴിക്കുള്ളൂ. അതൊന്നും ചെയ്യില്ലടാ. പ്രായമായതിനെ ഒട്ടും പേടിക്കണ്ടാത്ത. വാല ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചവിട്ടുമായിരിക്കും. മുത്തരിങ്ങ് നോക്കിയേ, മുത്തരിങ്ങ് നോക്കിയേ, നോക്ക നോക്കിയേ, ഇങ്ങ് നോക്കിയേ. ഒരു ഉറങ്ങുക മുത്തൂട്ടാ. മുത്തൂട്ട കൊടുക്ക്, കൊടുക്കണേ. ഒന്നും ചെയ്യില്ല, കൊടുക്ക്. പോയാലോടാ അടുത്തടുത്തേക്ക്. കുഞ്ഞുപെണ്ണേ, മുക്കുഞ്ഞാണ് ഇത്. ഒരുത്തർ ഇവിടെ പെട്ടേ. ഇതിനെടുത്ത് അപ്പുറത്തേക്ക് ഇട്ടാല, ഇങ്ങനെ എടുത്തിട്ട്. എമുക്കുഞ്ഞ കേറി പൊക്കോ, കേറി പൊക്കോ. കേറിക്കോ. പൊക്ക. എമുക്കുഞ്ഞ കേറിപ്പോയേ. കുഞ്ഞിനെ രക്ഷിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. അത് കേറാൻ നിന്നിപ്പോ തൊടാൻ വേണ്ടായില്ലേ. ഇനിയിപ്പോ എങ്ങനെയാ കേറി? ഞാൻ ഇറക്കി വിടട്ടെ കൊച്ചിനെ ഇതിന്റെ അകത്തേക്ക്. അത് പുറകെ ഓടി വരും. ഓടി രക്ഷപ്പെട്ടിട്ട് തൊട്ടിട്ട് ഓടി വരിക. കൊത്തിയ ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. അതിന്റെ ചുണ്ടിലൊന്ന് തൊട്ടിട്ട് കൈയിടുതേ. അതിന്റെ പുറകെ തൊട്ടോ. മേത്ത് തൊടാ. വീഡിയോ എടുക്കുന്നേ. കൊത്തുവോ? കൊത്തോടാ, കൊത്തോ? മുള്ളമ്മന്നി. കേറിപ്പോലെ, കേറിപ്പോലെ. മുള്ളല്ലേ കാണുന്നത്? ഇത് മുള്ളമ്മന്നിയാ. ആണോ? ഈ മുള്ളുള്ള ഉറുമ്പ് തീനി. ഇതല്ലേ അവിടെ നിന്ന് കണ്ട ആദ്യം വന്നപ്പോ. തിന്നാനൊന്നും ഇട്ടില്ല ഞങ്ങള്. നിന്റെ വലിപ്പമുണ്ടല്ലോ പല്ലിക്ക്. ആസ്ട്രേലിയയിൽ വന്നിട്ട് പാമ്പിനെ കണ്ടില്ല എന്നുള്ള സങ്കടം മാറി. ഓസ്ട്രേലിയ മൊത്തം പാമ്പ് അതുകൊണ്ട് പേടിച്ചാണ് ഞാൻ ഇവിടെ വന്നേ. ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഞങ്ങൾക്ക് പാമ്പിനെ കാണാനായിട്ട് സൂര്യ വരേണ്ട കാര്യം. താഴെയുണ്ടോ?
എല്ലായിടത്തും ഉണ്ട്. ഇത് ഇവിടെ ഒളിച്ചിരിക്കുന്നു. നമുക്ക് അടുത്തടുത്ത് നോക്കിട്ട് എനിക്ക് പാമ്പിനെ ഇഷ്ടം. മുതല, ദേ മുതല. ഉറക്ക സമയാന്ന് തോന്നുന്നു കുഞ്ഞു പെണ്ണെ. ഇതാണ് ഒറിജിനൽ മുതല. ഏയ് കാണിക്കേ, നോക്കുന്നു, ഇതേ നോക്കുന്നു. രണ്ട് കുവാലമാരവിടെ ഇരുന്ന് നോക്കണ്ട കേട്ടോ, എന്നാ ഇവിടെ കാണിക്കുന്നേന്ന്. ഒരെണ്ണം ഒളിച്ചിരിക്കുക ഇലയുടെ ഉള്ളിൽ. പക്ഷെ ഇടയ്ക്ക് മമ്മി ഇങ്ങ് നോക്കും. ഇതായിരിക്കുന്നു. ഇവിടെ നമ്മളിങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടോ, നമുക്ക് എല്ലാ ആനിമൽസും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടെന്നുള്ളതാണ് കാര്യം. അപ്പോ മയിലിനെ ഓടിച്ചുകൊണ്ട് കിടക്കാറുന്നല്ലേ ഞങ്ങള്. പിന്നെ ഞങ്ങള് കങ്കാരുവിന് തീറ്റ കൊടുത്തു. കുവാലേനെ ഇനി തൊടണമെങ്കിൽ 2 മണിയാവണം. 2 മണി ആവുന്നുള്ളൂ. 3 മണിക്ക് പാമ്പിനെ കൈ തരും. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ കുവാലേനെ തൊടാനും കങ്കാരുവിനെ ഫീഡ് ചെയ്യാനും ഒക്കെ ഉള്ള കേട്ടോ. അപ്പൊ അതിൽ ഒരെണ്ണം മാത്രമാണിത്. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ.